ഇന്നൊരു സിനിമ നാളെ സിനിമ മറ്റന്നാൾ സിനിമ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് എന്നെ മലർവാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും വഴി കൂടി പോകുന്നവരും കടയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരുടെയും പറ്റും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കടയിൽ ഇരുന്നുണ്ട് ഒരുപാട്. ഞാൻ മാർക്കറ്റിൽ പോയി, പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. മമ്മിക്ക് പറ്റുമ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും ഹോൾസെയിൽ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഫാദറിൻ്റെ കൂടെ ഞാൻ പോകുമായിരുന്നു മാർക്കറ്റിൽ സാധനങ്ങൾ എടുക്കാനായിട്ട്. പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത് 5 മണിക്ക് എണീറ്റ് പോകണം. 5 മണിക്ക്, അതായത് 4 മണിക്ക് എണീറ്റ് റെഡിയായി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും ലോഡൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. ഓരോന്നും നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോന്നും തിരഞ്ഞെടുത്ത്, അപ്പോൾ ഞാനങ്ങനെ പോയി തിരഞ്ഞെടുക്കുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ ബീഫ്, നല്ല ചൂടൻ ബീഫ് ഇങ്ങനെ തിളക്കണ്ട, നല്ല എണ്ണ പത്തിരി ഇല്ലേ, നല്ല പത്തിരിയും പ്ലേറ്റിൽ. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കടയിലേക്കുള്ള സാധനങ്ങളും പരിപാടികളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു 3 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ബീഫും ചാറും കൂടി ഇങ്ങോട്ട് കുഴിയാണ്. പത്തിരി ഇങ്ങനെ കുതിർന്നിട്ടുണ്ടല്ലോ, എടുത്തിങ്ങനെ വായിലേക്ക് വെച്ചിട്ട് പുള്ളിയരുത്, പുള്ളി ടേസ്റ്റാണ്. അത് കഴിക്കാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അങ്ങോട്ട്, അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ കൺസേൺ ആണ്. അതായത് ഒരുത്തൻ നേഴ്സിംഗും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പണിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ സ്കോപ്പുള്ളൊരു ഫീൽഡാണ്, പുറത്തേക്ക് പോകാൻ പറ്റും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് പോകാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, 2 ആഴ്ച പോയിട്ടുണ്ട് ലേക്ക് ഷോറിൽ. അപ്പോൾ ഈ ഒരു കൺസേണും കാര്യങ്ങളൊക്കെ വന്നുന്ന സമയത്ത് ഇവരും ഇപ്പം മമ്മിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുന്നത് അവിടെ ജോലിക്ക് പോകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് നേഴ്സിങ്ങിനോ സിനിമ വിട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൺസ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരം സിനിമ അതിലാണൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മുഴുനീള കഥാപാത്രം ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ രജിസ്റ്റർ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് മമ്മി ഇവിടെ ഇല്ല, മമ്മി ദുബായിലാണ്. മമ്മി സിസ്റ്ററിൻ്റെ അടുത്ത് പോയേക്കാണ്. എന്നിട്ട് മമ്മി തിരിച്ച് വന്ന ശേഷമാണ് മമ്മീനെ ഞാൻ പത്മയിൽ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത്. അന്ന് നേരം റിലീസായിട്ടുണ്ട്. മമ്മീനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നില്ല ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും വന്ന് ഷെയ്ക്ക് ഹാൻഡ് ഇരുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികൾ. അപ്പം മമ്മി ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അവർക്ക് മനസ്സിലായി പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടാണ് പരിപാടി പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ ഒരു കൺസേണാണ്. അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ്. കാരണം അവരൊക്കെ ജീവിച്ചത് ഞാൻ കണ്ടേക്കുന്നതാണ്, അത് അങ്ങനെയാണ് ജീവിച്ച് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുമല്ലോ മക്കൾക്ക്. നമ്മളങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെ തന്നെ. നമ്മുടെ മക്കൾക്ക് നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളില്ല, അതെ, നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റണം എന്നെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു കൺസേണും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ പണിക്ക് പോകും എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമുക്കറിയുള്ളൂ. വൺസ് പ്രൂവ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും. മനസ്സിലായത്? അതിപ്പോൾ ഒരു ഡൗൺഫോൾ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിൽ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇവർ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തൊക്കെയാണ് ഉജ്ജ്വലിന് ശേഷമുള്ള പരിപാടികൾ? ഉജ്ജ്വലിന് ശേഷം ഇപ്പോൾ 2-3 പരിപാടികൾ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉജ്ജ്വലിന് മുമ്പും ഒരുപാട് പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ ഇഷ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും അതുകൊണ്ടും ഇങ്ങനെ പ്രൊജക്റ്റുകൾ ഓണാവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ കുറച്ച് ബഡ്ജറ്റുകളുള്ള സിനിമയാണ്, ഞാൻ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അത്യാവശ്യം 8 കോടിയോ 10 കോടിയൊക്കെ വരേണ്ട സാധനമാണ്. ആക്ഷനും അങ്ങനെ ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന 8 കോടിയുടെ പ്രൊജക്റ്റ് 4 കോടിയുടെ ഇതിലേക്ക് ചെയ്യുമ്പോൾ അതായത് അതിൻ്റെ ക്വാളിറ്റി മാറ്റേഴ്സ്. ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് തിയേറ്റർ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാത്തൊരു പരിപാടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന പരിപാടികൾ നോക്കി ചൂസ് ചെയ്ത് അങ്ങനെ ഒന്നാണ് ഉജ്ജ്വലൻ. ഈ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ റോൾസൊന്നും വരുന്നില്ല, ആരും അപ്രോച്ച് ചെയ്യുന്നില്ല. കാരണം എവിടെയോ ആരൊക്കെയോ
പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ലീഡ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നായക കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാൻ വന്നിട്ട് നടപടി ഉണ്ടായിരുന്നില്ല. അടുത്ത് അങ്ങനെ ഇപ്പോൾ ഈ ഉജ്ജ്വലൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിലും സി എ ശംഭുവിൻ്റെ ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാണ് ആ സമയത്ത് എന്നെ അപ്രോച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും പുള്ളി ലീഡേ ചെയ്യുന്നുള്ളൂ എന്നാണ് കേട്ടതെന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും. അല്ല, ഞാൻ ഈ പറയുന്ന പോലെ 2 ഡയലോഗ് വെച്ച് തുടങ്ങിയ പരിപാടിയല്ല. എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് എന്തെങ്കിലും വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോമിനൻസ് എന്തെങ്കിലും വേണമല്ലോ. ലീഡ് ക്യാരക്ടർ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പൊന്നിയൻ സെൽവനൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അതെ അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 10 ദിവസത്തെ പരിപാടിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ടൈമിൽ സ്കെഡ്യൂൾ ബ്രേക്കിലാണ് അത് വരുന്നത്. അപ്പോൾ ഒന്നാമത് ആ ലുക്കിലിരിക്കുകയാണ്. അപ്പോൾ ആ ലുക്കിൽ വേറൊരു സിനിമയിൽ പോയി വേറൊരു കഥാപാത്രമായിട്ട് അങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു ഒരു ഭയം പോലെയാണോ മണിരത്നം പടം വേണ്ടെന്ന് വെച്ചു, അങ്ങനെ തോന്നുമോ? അങ്ങനെ തോന്നില്ല. കാരണം ഞാനിപ്പുറത്ത് വേറെ ഒരു പരിപാടി ആറാട്ടുപുഴ വേലായുധ പണിക്കർ മറ്റേ കുതിരപ്പുറത്തൊക്കെ നിന്ന് മറ്റേ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നങ്ങനെ ഒന്നുമില്ല. തീർച്ചയായിട്ടും മണിസാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. പക്ഷേ നമ്മളൊരു ഒരു ഒരു ക്യാരക്ടറിന് വേണ്ടി ടൈം കൊടുത്തേക്കല്ലേ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകിച്ച് അതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കഥാപാത്രം കൂടിയാണ്. അപ്പം അതിനുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ലുക്ക് വേറെ എവിടെയും വരാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. ഞാൻ എല്ലാ സിനിമകളിലും ഞാൻ എൻ്റെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വളരെ മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കാം, എന്നാലും അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം എനിക്കൊരു ആ ക്യാരക്ടറായിട്ട് ബിലീവ് ചെയ്യാനായിട്ടും എനിക്ക് പേഴ്സണലി ആദ്യം ഒരു ബിലീഫ് വന്നല്ലോ ഞാൻ എന്നൊരു ക്യാരക്ടറാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം മറിയമെന്ന് വിളക്കൂതി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മുടി പറ്റടിച്ചിട്ട് ഫ്രഞ്ച് ബിയർഡൊക്കെ വെച്ചിട്ടൊരു ഊള ഉമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. അതിൽ ആക്ച്വലി അൽത്താഫിൻ്റെ റോളായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് അൽത്താഫിൻ്റെ ക്യാരക്ടറിനാണ് ജനിത്ത് വരുന്നത്. എൻ്റെ അടുത്താണ് ആദ്യം കഥ പറയുന്നത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഞാൻ ഒന്ന് ഹാപ്പി വെഡിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പാവത്താൻ അങ്ങനത്തെ ലൈനാണല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അത് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കിച്ചു, ഷറഫ്, അതുപോലെ ശബരി ഇവരെയൊക്കെ ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഷറഫിന് അന്ന് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷറഫിനെ ഇരുന്നോണ്ട് റോണി ഉദ്ദേശിച്ചത്, കിച്ചു ചെയ്തിരുന്ന ക്യാരക്ടർ ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു. അപ്പോൾ അൽത്താഫെന്ന് സിനിമ ഇതിലേക്കില്ല. അപ്പം അങ്ങനെ ഷറഫിന് വേറെ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇതൊക്കെ കൊണ്ടും ഷറഫിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം മൊത്തം ട്രാക്ക് മാറി. അപ്പോൾ റോണിയുടെ ഇതിലേക്ക് കിച്ചുവിനെ പ്ലേസ് ചെയ്തു. കിച്ചുവിനെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ഉമ്മൻ്റെ ക്യാരക്ടറാണ് നിൽക്കുന്നത്. പിന്നെ അപ്പോൾ അൽത്താഫിനെ ജോയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അൽത്താഫ് അവിടെ നിൽക്കുന്ന ഒരു ടൈമിൽ ഞാനിവിടെ ഉമ്മൻ്റെ ക്യാരക്ടർ ലൈക്ക് ബിൽറ്റ് വൈസ് ഞാൻ ഭയങ്കര സൈസാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി ആ പാവത്താൻ പരിപാടി ചെയ്തതാണ്, അങ്ങനത്തെ സാധനമുണ്ട്. അപ്പം ഞാനാണ് ജനത്തിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഉമ്മൻ ക്യാരക്ടർ ചെയ്യാം, അൽത്താഫിനെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ബിലീവബിലിറ്റി, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു ഹോൾ ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നായകനായിട്ട് നിന്ന് ചെയ്തിട്ട് പടം മുറക്കായില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു മിസ്കാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ചെയ്ത പരിപാടി തന്നെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹാപ്പി വെഡിങ്ങിലൊരു പാവത്താൻ ഭയങ്കര എന്താ പറയുക ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്തിട്ട് വീണ്ടും പറയുമ്പോൾ എന്നുള്ള കുതിയിലേക്ക് വന്നിട്ടുണ്ട്. ആ റിപ്പീറ്റേഷൻ തന്നെയാണുള്ളത്.